ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല അടിപൊളി ഒരു ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്മാവ് നല്ല സോഫ്റ്റായ ഉപ്മാവ് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലൊരു പാൻ വെച്ചിട്ട് 2 കപ്പ് അളവിലാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടി 2 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ റവ നല്ല സോഫ്റ്റ് ഉപ്മാവ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ വറുത്തെടുക്കും. അങ്ങനെ റവ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ഗ്യാസ് സ്റ്റോപ്പിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ പിന്നെ കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 2 ചുവന്ന മുളകാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി മുറിച്ചതൊന്ന് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി ചെറിയുള്ളി ചെറുതായി മുറിച്ചിട്ടതാണ്. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് റവയ്ക്ക് വേണ്ടിയിട്ട് 2 കപ്പ് സെയിം വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് 1 കപ്പ് പാലാണ്. അപ്പോൾ ഈ പാലൊഴിച്ച് ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിലുള്ള ഉപ്മാവിന് വേണ്ടി പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ടോട്ടൽ 3 കപ്പാണ് കേട്ടോ വെള്ളത്തിൻ്റെ അളവ്, പാലടക്കം. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വറുത്ത് വെച്ച റവ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് വേണം കേട്ടോ റവ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ റവ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ വേവിച്ച് 5 മിനിറ്റ് കുക്കായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ. അപ്പോഴത്തേനും ഈ ഉപ്മാവ് റെഡി. ഇത്ര പണിയുള്ളൂ കേട്ടോ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.